യെസ്, അപ്പോൾ ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒപ്പം ഒരുപാട് മറ്റു വിശേഷങ്ങളെല്ലാം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. തീർച്ചയായും. അപ്പം എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം നേരുകയാണ്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിതയിലേക്ക്. ഇന്ന് സംഭവിച്ച വാർത്തകൾ എന്തൊക്കെയാണ്, അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹെഡ്ലൈൻസ്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ജനകീയ തിരച്ചിൽ നാളെയും തുടരും. പരപ്പൻപാറയിൽ നിന്ന് ഇന്ന് കിട്ടിയത് 3 ശരീരഭാഗങ്ങൾ. ചാലിയാർ പുഴയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. നഷ്ടമായ രേഖകൾ വീണ്ടെടുക്കാൻ നാളെ പ്രത്യേക ക്യാമ്പ്. പിതാവിനെ നഷ്ടമായ വിദ്യാർത്ഥിയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വിതുമ്പി മന്ത്രി AK ശശീന്ദ്രൻ. ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി 24. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി 24 കണക്ട് ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സംഭാവനകൾ അയച്ചു തുടങ്ങാം. നമ്മളൊപ്പമുണ്ട്. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സേഫ് വയനാട് ക്യാമ്പയിനായി സംഭാവന നൽകാം. അഭിനന്ദിച്ച മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രൻ. ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിനെ കൊന്നുകുഴിച്ചു മൂടിയെന്ന സംശയം. അവിവാഹിതയായ യുവതിയുടെ ആൺ സുഹൃത്തടക്കം 2 പേർ കസ്റ്റഡിയിൽ. തെളിവെടുപ്പിൽ മൃതദേഹം കണ്ടെത്തി. കൊലപാതകമാണോ എന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്ത് അന്വേഷണ സംഘം. സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. JPC അന്വേഷണം വേണമെന്ന് ഇന്ത്യ സഖ്യം. വിവാദത്തിനു പിന്നിൽ വിദേശ ശക്തികളുമായി ചേർന്നുള്ള ഹിൻഡൻബർഗിന്റെ ഗൂഢാലോചനയെന്ന് BJP. ആരോപണങ്ങൾ തള്ളി സെബി. വ്യാജ പ്രചാരണങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് വാർത്താക്കുറിപ്പ്. JPC അന്വേഷണത്തെ മോദിക്ക് ഭയമെന്ന് രാഹുൽ ഗാന്ധി. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ K കുട്ടി അഹമ്മദ് കുട്ടി ഇനി ഓർമ്മ. അന്ത്യം താനൂരിലെ വസതിയിൽ. അനുശോചിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വിയോഗം മുസ്ലിം ലീഗിന് കനത്ത നഷ്ടമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നാളെ രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ച് റെസിഡന്റ് ഡോക്ടേഴ്സ്. ആശുപത്രി സൂപ്രണ്ടിനെ നീക്കി. പ്രതി സഞ്ജയ് റോയ് 14 ദിവസത്തെ കസ്റ്റഡിയിൽ. ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്കയെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. രാജ്യം വിട്ടുപോകേണ്ടി വന്നത് സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ നിയന്ത്രണം US-ന് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന്. സ്ഥാനമൊഴിഞ്ഞത് കൂടുതൽ പേർ ഭരിക്കുന്നത് ഒഴിവാക്കാനെന്നും ഷെയ്ഖ് ഹസീന. ഡോക്ടർ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിനെ സ്വാഗതം ചെയ്ത് അമേരിക്ക. യെസ്, അപ്പോൾ അതെല്ലാമാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താ തലക്കെട്ടുകൾ. നമ്മൾ വിശദമായ റിപ്പോർട്ടുകൾ തരേണ്ടതുണ്ട്. അപ്പോൾ ആദ്യ വാർത്ത വയനാട്ടിലേക്ക് തന്നെയാണ്. വയനാടിന് ഇന്ന് കണ്ണീർ ഞായർ. അപ്പോൾ ദിവസങ്ങളായി വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു. ഇന്ന് നാട്ടുകാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജനകീയ തിരച്ചിലാണ് നടന്നത്. ഈ തിരച്ചിലിൽ 3 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. പരപ്പൻപാറയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ജനകീയ തിരച്ചിൽ എത്ര നാൾ തുടരണം എന്നതിൽ തീരുമാനം പിന്നീടുണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് രാവിലെ 9 മണിക്ക് തിരച്ചിൽ തുടങ്ങി. 100 കണക്കിന് ആളുകളാണ് ജനകീയ തിരച്ചിലിൽ പങ്കാളികളായത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരും അണിനിരന്നു. പരപ്പൻപാറയിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അട്ടമലയിൽ 2 എല്ലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മുട്ടിന്റെ മോഡലായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും മൃഗത്തിന്റെ ആണോ മനുഷ്യന്റെ ആണോ എന്നുള്ളത്
നമ്മളത് കൈമാറിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. ഒരു കാർട്ടിലേജ് പോലെയാണ് തോന്നുന്നത്, മൃദുവായിട്ടുള്ള അസ്ഥി പോലെയാണ് നമുക്ക് കാഴ്ചയിൽ ദർശിക്കാൻ കഴിയുന്നത്. സൂചിപ്പാറയിൽ എയർ ലിഫ്റ്റിംഗ് വൈകിയതിനാൽ സന്നദ്ധ പ്രവർത്തകർ ശരീരഭാഗങ്ങൾ വനത്തിലൂടെ ചുമന്നുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. മഴ പെയ്തിട്ട് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ളത്. ഹെലികോപ്റ്റർ 3 മണി വരെ കാത്തുനിന്ന് എത്തിയില്ല. ഇനി കൂടുതൽ കാത്തുനിന്നിട്ട് ഹെലികോപ്റ്റർ എത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് രാത്രിയാകുമ്പോൾ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ബോഡി വഹിച്ചിട്ട് ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. ദുരന്തബാധിതരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചായിരിക്കും തിരച്ചിലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ക്യാമ്പിൽ നിന്ന് വരുന്നവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ കുറെ കൂടി നന്നായി പരിശോധിച്ച് വരികയാണ്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് തിരച്ചിൽ ഇന്ന് നേരത്തെ അവസാനിപ്പിച്ചു. നാളെ പുഴയുടെ കൂടുതൽ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും. ദുരന്ത പശ്ചാത്തലത്തിൽ പഠനം നടത്താൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ 5-അംഗ വിദഗ്ധ സംഘം ഈ മാസം 19-ന് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കും. 24 വയനാട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ മേഖലയിൽ ജനകീയ തിരച്ചിലിന്റെ ഭാഗമാകാനെത്തിയ മന്ത്രി AK ശശീന്ദ്രൻ ദുരന്തഭൂമിയിൽ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമ്മളിന്ന് കണ്ടു. ഉരുൾപൊട്ടലിൽ പിതാവിനെയും സഹോദരനെയും നഷ്ടപ്പെട്ട 17-കാരൻ മുഹമ്മദ് ഇസഹാക്കിന്റെ സങ്കടത്തിന് മുന്നിൽ മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്ത് സമാധാനം പറയണമെന്ന് അറിയില്ലെന്നും മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ ചേർത്തു നിർത്തണമെന്നും മന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ പള്ളിക്ക് സമീപം ഉരുൾ നാമാവിശേഷമാക്കിയ വീട്ടിലേക്ക് എത്തിയ മന്ത്രിയോട് 17-കാരൻ മുഹമ്മദ് ഇസ്ഹാഖ് പറഞ്ഞു, ഇതാണ് വീട്, പിതാവിനെയും സഹോദരനെയും കിട്ടിയിട്ടില്ല. പുഞ്ചിരിമട്ടത്ത് താമസിച്ചിരുന്ന മാതാവിന്റെ സഹോദരിയുടെ കുടുംബവും ആ ദുരന്ത രാത്രി ഈ വീട്ടിലുണ്ടായിരുന്നു. നമ്മളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട് അവിടെ പുഞ്ചിരിമട്ടത്താണ്. അപ്പോൾ ഓൽക്കൊന്നും അവിടെ നല്ല മഴ ഉണ്ട് പറഞ്ഞപ്പോൾ ഓലയും കൂടി നമ്മളെ വീട്ടിലേക്ക് ഇതാക്കി. ഓലെല്ലാവരും ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ അനിയത്തിയും മക്കളും പിന്നെ എൻ്റെ ഉമ്മയും ഇപ്പിയും 2 കാക്കമാരും കാക്കാൻ്റെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. പാപ്പാനെ കിട്ടിയില്ല. മന്ത്രി ഇസ്ഹാഖിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം വിങ്ങിപ്പൊട്ടി. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. ഞാനിപ്പോൾ അവരെ പറ്റി ആലോചിക്കാതെ നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ ഇസ്ഹാഖിന്റെ മാതാവ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നരിക്കുനിയിലെ ബന്ധുവീട്ടിലാണ്. ബന്ധുവായ അയ്യൂബിനൊപ്പം നരിക്കുനിയിൽ നിന്നാണ് ഇസ്ഹാഖ് മുണ്ടക്കൈയിലേക്ക് എത്തിയത്. നഷ്ടപ്പെട്ടു പോയതിന് തിരിച്ചെന്തായാലും ആരും എത്ര തന്നാലും അതുപോലെ ആവൂല. പിന്നെ അനിയൻ്റെ ഒരു മോൻ നഷ്ടപ്പെട്ടു, പിന്നെ അനിയൻ്റെ ഭാര്യൻ്റെ അനിയത്തിൻ്റെ മോനും വാപ്പയൊക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ വാപ്പ അവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത്. മഹാദുരന്തത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ 26 പേരെയെന്ന മുണ്ടക്കൈ സ്വദേശി സുൽത്താൻ. ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് ഞാൻ പോയി. എൻ്റെ അനിയനും ഫാമിലി എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പൂളക്കാട് റോഡിൽ അവിടെയും പോയി. അവിടെ നിന്നാണ് എല്ലാവരും 26 പേരുണ്ടായി. മൊത്തം തലേ ദിവസമേ പോയി, ഞങ്ങൾ മാറിപ്പോയതാ. അങ്ങനെയാണ് 26 പേര് ആ 2 വീടുകളിലായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തം അവരെല്ലാവരും പോയി. ജനകീയ തിരച്ചിലിന് സൂചന നൽകാനെത്തിയ ദുരിതബാധിതരുടെ ബന്ധുക്കൾക്കും സങ്കടം സഹിക്കാനായില്ല. തിരച്ചിലിന് സൂചന നൽകാൻ ഈ ദുരന്തഭൂമിയിലേക്ക് എത്തിയ ബന്ധുക്കൾ അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടതു കണ്ട് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത്. ജനകീയ തിരച്ചിൽ തുടരണോ എന്ന കാര്യം അവരുടെ കൂടി ബന്ധുക്കളുടെ കൂടി നിർദ്ദേശങ്ങൾക്കു ശേഷം അക്കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുണ്ടക്കയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. ഒരിക്കലും ഇനി ആ ഗ്രാമം ഒന്നും പഴയതുപോലെ ആകില്ല. പക്ഷേ ഈ ഉരുൾപൊട്ടലിൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് അവർക്കിനി തുടർന്ന് നല്ലൊരു ജീവിതം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും കർത്തവ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തകർന്ന വയനാടിനെ ചേർത്തു നിർത്താൻ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പദ്ധതിയുമായി 24 ഫ്ലവേഴ്സ് കുടുംബവും എത്തിയിരിക്കുകയാണ്. പദ്ധതിക്കായി പണം സ്വരൂപിക്കാൻ 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ 24 കണക്ട് ആപ്പ് ഇന്ന് ലോഞ്ച് ചെയ്തു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീധരൻ നായർ ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീധരൻ നായരാണ് ഈ ആപ്പ് അവതരിപ്പിച്ചത്.
വയനാടിനി അതിജീവനത്തിന്റെ നാളുകളാണ്. ദുരന്തബാധിതരുടെ അതിജീവനത്തിന് 24 ഫ്ലവേഴ്സ് ജീവനക്കാരുടെയും പ്രേക്ഷകരുടെയും കൈത്താങ്ങായി എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിക്ക് പണം സ്വരൂപിക്കുന്നതിനായി 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ ആപ്പാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ആപ്പ് അവതരിപ്പിച്ചത്. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും 24 ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ 24 കണക്കിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ മൊബൈൽ ആപ്പ് ഞാൻ പുറത്തിറക്കുന്നു. ഒന്നിച്ചു പോകാം, ഒന്നിച്ച് അതിജീവിക്കാം ഈ പ്രതിസന്ധിയെ. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള 24 കണക്റ്റിന്റെ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയെ മന്ത്രിമാർ സ്വാഗതം ചെയ്തു. ദുരന്തമുഖത്ത് 24 നടത്തിയ ഇടപെടൽ സർക്കാരിന് കരുത്തു പകർന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മനുഷ്യനെ രക്ഷിക്കാനുള്ള ഭഗീരഥ പ്രവർത്തനവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ശ്രമങ്ങളിൽ സുമനസ്സുകളുടെ എല്ലാം സഹായവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ കൂട്ടത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് ശീലമുള്ള 24ഉം പങ്കുചേരുന്നു എന്നത് ആഹ്ലാദകരമായ ഒരു കാര്യമാണ്, ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 24 കണക്ട് ആപ്പ് പുറത്തിറക്കിയതിനെ മന്ത്രി PA മുഹമ്മദ് റിയാസും അഭിനന്ദിച്ചു. 24 ന്യൂസ് തുടക്കം മുതലേ ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിൽ എടുത്തൊരു സമീപനമുണ്ട്. പൊതുവേ മാധ്യമങ്ങളെല്ലാം എടുത്തതാണ്. 24 അതിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആപ്പ് എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് SKN ഉൾപ്പെടെ ശരീരം സ്റ്റുഡിയോയിലാണെങ്കിലും മനസ്സ് ഞങ്ങൾക്കൊപ്പം ഇവിടെ വയനാട്ടിലാണ് എന്നുള്ളത് തെളിയിക്കുകയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് 24 കണക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണുകളിലാണ് നിലവിൽ ഇത് ലഭ്യമാകുക. വൈകാതെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ലഭിക്കും. സംഭാവനകൾ സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന KYC രേഖകളിലൊന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് 24. യെസ്, അപ്പോൾ ആപ്പ് സ്റ്റോറിൽ ഇപ്പോൾ ലഭ്യമാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ ഭാഗമാകാൻ കഴിയും. 24 കണക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയുന്നതുമാണല്ലോ. അതിപ്പോൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാണ് ഇത് ലഭ്യമായിരിക്കുന്നത്. ഉടൻ തന്നെ ആപ്പിൾ പ്ലാറ്റ്ഫോമിൽ അത് ഉണ്ടാകും, ആപ്പ് സ്റ്റോറിൽ അത് ലഭ്യമാകും. യെസ്, അപ്പോൾ അടുത്ത റിപ്പോർട്ടിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചേർത്ത് പിടിച്ചു അമനിച്ച ചൂരൽമലയിലെ 3 വയസ്സുകാരി നൈസ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു താരം തന്നെയാണ്. ബാപ്പയും സഹോദരിമാരും അടക്കം കുടുംബത്തിൽ 5 പേരെയാണ് നൈസയ്ക്ക് നഷ്ടമായത്. വേദനകൾ ഒന്നുമറിയാതെ വയനാട് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ വാർഡിൽ പരുക്കേറ്റ ഉമ്മയ്ക്കൊപ്പം കളിച്ചിരികളുമായി നൈസ എല്ലാവരുടെയും മനം കവരുകയാണ്. വയനാടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമല കണ്ടു. ദൂരെ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി മനുഷ്യജീവനും സ്വത്തും അപഹരിച്ച വലിയ പാറക്കൂട്ടങ്ങൾ കണ്ടു. ദുരന്തത്തിന്റെ കണ്ണീരോർമ്മയായി പകുതി തകർന്ന വെള്ളാർമല ഹൈസ്കൂൾ കണ്ടു. പരുക്കേറ്റവരെ കാണാൻ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ പൊന്നുമോളുടെ മുൻപിൽ ഒരു മുത്തച്ഛനെ പോലെയായി. അല്പനേരം നൈസയുടെ കളിചിരികൾക്ക് ഒപ്പം നിന്നു. നമസ്തേ എന്ന് പറഞ്ഞു. നമസ്തേ പറയ്. നമസ്തേ ഈ പറയപ്പോ അപ്പനോട് പറഞ്ഞു. എന്താ അവര് അവിടെ നടന്ന സംഭവമൊക്കെ ചോദിച്ചു, അത് വിശദീകരിച്ചു. എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് മോളെ കൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ രക്ഷപ്പെട്ടത് ഒക്കെ ചോദിച്ചു. വെള്ളാർമല സ്കൂൾ റോഡിലെ വീട്ടിലുണ്ടായിരുന്ന 7 പേരിൽ ഇന്ന് അവശേഷിക്കുന്നത് നൈസയും ഉമ്മ ജമീലയും മാത്രം. ഉരുൾപൊട്ടിയതിന്റെ ബാക്കി പത്രമായി അച്ഛൻ ഷാജഹാനും 2 മൂത്ത സഹോദരിമാരും ഷാജഹാന്റെ അച്ഛനമ്മമാരും ഓർമ്മകളിലേക്ക് മറഞ്ഞു. ഉമ്മ ജമീലയും നൈസയും മാത്രം ബാക്കിയായി. തിരിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞെന്നല്ലാതെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 4 പേരെടുത്താണ് അധികം സംസാരിച്ചത്. ഏറെയും സമയം ഇവിടെ തന്നെ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ച് മോളായിട്ടൊക്കെ
വാപ്പയും അനിയത്തികളൊക്കെ പോയി തന്നതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. വന്നതും തന്നെ ഓമനിച്ചതും പ്രധാനമന്ത്രിയാണോ എന്നൊന്നും ഈ കൊച്ചുമിടുക്കിക്കറിയില്ല. നഷ്ടപ്പെടലുകളുടെ വേദനകൾ ഒന്നും അറിയാത്ത പ്രായത്തിൽ അവൾ വീണ്ടും കളിച്ചിരികളിലേക്ക് മടങ്ങുകയാണ്. VS മനീഷിനും രാജേഷ് നെയ്യാറിനുമൊപ്പം ശ്രീകുമാരൻ, ടീം 24 വയനാട്. ഒരുപാട് പേര് ചോദിക്കുന്നു, ഇങ്ങനെയുള്ള കണ്ണീർ വാർത്തകൾ മാത്രമേ ഉള്ളൂ, രാവിലെ തൊട്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, മടുപ്പാണ്, അതിന് പകരം പോസിറ്റീവ് വാർത്തകൾ തന്നൂടെ എന്ന് ചോദിക്കുന്നു. നേരത്തെ യൂസഫ് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ കരയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, മന്ത്രിക്കും ഹാഷ്മിക്കും വരെ കരച്ചിലടക്കാൻ കഴിയാത്ത ഈ സമയത്ത് ഗാനമേള നടത്താനുള്ള നിങ്ങളുടെ കഴിവിനെ നമിക്കുന്നു. ഭൂമിയിൽ എവിടെയും സേഫ് അല്ല, എവിടെയും എപ്പോഴും കുലുങ്ങാം, സ്വന്തം വീട്ടിൽ സംഭവിച്ചാലും പാടണമേ എന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ് യൂസഫ് NC. യൂസഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ഈ പറയുന്ന മുണ്ടക്കൈ മേഖലയിലുള്ള എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട ആൾക്കാർ, അങ്ങനെ ഒരുപാട് അനാഥരായ ഒരുപാട് പേരുണ്ട്. അതിൽ ചെറിയ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും എല്ലാം ഉണ്ട്. ആ ക്യാമ്പുകളിൽ ഓരോ ദിവസവും നടക്കുന്ന കലാപരിപാടികൾ കൂടി അറിയേണ്ടതുണ്ട്. അവിടെ എല്ലാ ദിവസവും അവർ പാട്ടുകൾ പാടുന്നുണ്ട്, ഡാൻസ്, ഇതെല്ലാം മറക്കാനാണ്. അതായത് ഈ പറയുന്ന പോലെ പാട്ടിനും ഡാൻസിനും ഇത്തരം കലാപ്രകടനങ്ങൾക്കും കലാരൂപങ്ങൾക്കെല്ലാം അത്തരത്തിലൊരു കാര്യം കൂടിയുണ്ട്, എല്ലാം മറക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ക്യാമ്പിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുക, വീണ്ടും പഴയതുപോലെ ആവുക, അതൊരു ചില്ലറ കാര്യമല്ല. 1 വർഷം നീണ്ടു നിൽക്കുന്ന മാനസികാരോഗ്യ പദ്ധതിക്ക് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ആ മേഖലയിൽ രൂപം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് നാൾ ഈ പാട്ടൊക്കെ മാറ്റിവെച്ച് ഈ വാർത്തയിൽ മാത്രം നിന്നിരുന്നു. പിന്നീട് വീണ്ടും നമ്മൾ ആ പഴയ ട്രാക്കിലേക്ക് വരികയാണ് ചെയ്തത്. പോസിറ്റീവായിട്ടുള്ള വാർത്തകളും ഒപ്പം മറ്റു വിശേഷങ്ങളും പാട്ടുമൊക്കെയായി അങ്ങനെയാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത്രയും കമന്റ്സിൽ യൂസഫ് മാത്രമാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള പ്രേക്ഷകരുടെ കമന്റ്സ് കൂടി ഈ യൂസഫിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൽ തന്നെ യൂസഫിനുള്ള മറുപടിയുണ്ട്. യൂസഫിന് അത്തരം കമന്റുകൾ പറയാം, ഇനിയും പറയാം, അത്തരം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് കാണാം. മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി നാളെ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, സെയിന്റ് ജോസഫ് UP സ്കൂൾ, മൗണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് നടത്തുക. ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തെ മഴ സാഹചര്യം എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നു. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് തയ്യാറാക്കണമെന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 25 സെന്റിമീറ്റർ ഉയർത്തിയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട് നിന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാകെ ഒരു സങ്കടം ഇങ്ങനെ മൂടിക്കെട്ടും. വയനാട്ടിൽ നിന്ന് വരുന്നത് അത്തരത്തിലുള്ള വാർത്തകളായതുകൊണ്ടാണ്. ഈ ദുരന്തം നടന്നപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ട് പോലും ഈ വാർത്തകൾക്ക് യാതൊരു ശമനവുമില്ല. ഇപ്പോഴും കൂടുതൽ പേരുടെ മൃതദേഹം കണ്ടെത്തുന്നുണ്ട്. അതിൽ തന്നെ മൃതദേഹം പൂർണ്ണമായല്ല, മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നത്. പലതും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ്. ഇനി മൃതദേഹം തന്നെ മുഴുവനായി കിട്ടിയാലും അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് സങ്കടകയമായി അവിടെ മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകൾ കൂടി വരുന്നുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിദേശത്ത് പോയി സ്വരൂപിച്ച സമ്പാദ്യം കൊണ്ട് വാങ്ങിയ 5 സെന്റ് ഭൂമി വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുകയാണ് കോഴിക്കോട് സ്വദേശി യൂസഫ്. 13 വർഷം സൗദിയിൽ കഠിനാധ്വാനം ചെയ്താണ് കാപ്പാട് സ്വദേശി KP യൂസഫ് ഉള്ളിയേരിയിൽ വീട് നിർമ്മിക്കാനായി ഭൂമി വാങ്ങിയത്. തീരുമാനം മുഖ്യമന്ത്രി ഇമെയിലിലൂടെ അറിയിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് സഹജീവികളോടുള്ള അനുകമ്പയും സ്നേഹവും വിലമതിക്കാനാകാത്തതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാപ്പാട് സ്വദേശി KP യൂസഫിൻ്റേത്. വാർത്തയൊക്കെ കാണുന്ന സമയത്ത് വളരെ പ്രയാസം തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച്, ഇപ്പം മൂത്തവും അവിടെ ആയിരുന്നു. നമ്മൾ 3 ആൾ ഇരുന്ന്, ബാക്കിയുള്ള എൻ്റെ ചെറിയ മോനും 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പിന്നെ വൈഫും കൂടി ഇരുന്ന് ആലോചിച്ച്. സൗദിയിൽ 13 വർഷമാണ് യൂസഫ് എല്ലുമുറയെ പണിയെടുത്തത്. സമ്പാദ്യവുമായി നാട്ടിൽ വന്ന് വീട് വെക്കാനായിരുന്നു തീരുമാനം.
ഇതിനായി ഉള്ളേരി പൊയിലുങ്കൽ താഴെയിൽ വഴിയരികിൽ 5 സെന്റ് സ്ഥലവും വാങ്ങി. പക്ഷേ വയനാട്ടിലെ ദുരിതബാധിതരുടെ നെഞ്ചുപിടയ്ക്കുന്ന കാഴ്ചകൾ യൂസഫിൻ്റെയും കരളലിയിച്ചു. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ സ്കൂൾ വെക്കേഷന് എൻ്റെ സ്നേഹിതൻ്റെ ഒരു റെഡിമെയ്ഡ് കടയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 4500 രൂപ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആ പൈസ ബാങ്കിലുണ്ടല്ലോ അതാണ് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് പോരാന്ന് പറഞ്ഞു, അത് ഇവിടെ എത്തൂല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം നമുക്കൊരു സ്ഥലം ഉണ്ടല്ലോ 5 സെൻറ്റ് അതാണ് കൊടുത്താലോ. അപ്പോൾ അത് നല്ല തീരുമാനമാണ് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ ഇമെയിലിലൂടെ അറിയിച്ചു. പിന്നാലെ യൂസഫിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയും എത്തി. മഹാമനസ്കതയ്ക്ക് നന്ദിയെന്നും ഭൂമി കൈമാറുന്ന നടപടികൾക്കായി കോഴിക്കോട് വയനാട് കളക്ടർമാരെ ബന്ധപ്പെടണമെന്നും മറുപടി. യൂസഫിന്റെ മൂത്ത മകൻ അഖിൽ അൻവറും ആംബുലൻസ് ഡ്രൈവറായി വയനാടിന്റെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. അവിടെ 400 വീടുകൾ നഷ്ടപ്പെട്ട ആൾ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഒരാൾക്ക് നമ്മളെ ഈ സ്ഥലം ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതെന്നുള്ള നിലക്ക് ഞാൻ ഉപ്പാനെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും നമുക്ക് കൊടുക്കാമെന്നുള്ള രീതിക്ക് തന്നെ ഞാൻ സംസാരിച്ചു. ആ 5 ദിവസത്തെ ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷിച്ച് അവിടെ നിന്നത്. ഇല്ലായ്മകൾക്ക് നടുവിലും യൂസഫിനെ പോലെയുള്ളവരുടെ ഉദാത്ത മാതൃകകളാണ് കേരളം ഓരോ ദിവസവും കാണുന്നത്. ദുരന്തത്തെ അതിജീവിക്കാൻ, വയനാടിനെ നെഞ്ചോട് ചേർക്കാൻ യൂസഫിനൊപ്പം നമുക്കും കൈകോർക്കാം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊരു കളിപ്പാട്ട വണ്ടി പോകുന്നുണ്ട് എന്ന്. അതെന്താണെന്ന് നോക്കാം. അങ്ങനെ കളിപ്പാട്ടങ്ങളുമായി സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളാണ് ഈ കൂട്ടായ്മ സമ്മാനിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് കളിപ്പാട്ടങ്ങളുമായുള്ള വാഹനം നാളെ വയനാട്ടിലെത്തുന്നുണ്ട്. ദുരന്തമുഖത്ത് വിറങ്ങലിച്ചിരിക്കുന്ന കുരുന്നു മനസ്സുകൾക്ക് നേരിയ ആശ്വാസമെങ്കിലും പകരാനാണ് സമൂഹ മാധ്യമ കൂട്ടായ്മയുടെ പരിശ്രമം. വിവിധ ഫേസ്ബുക്ക് പേജുകളുടെ അഡ്മിന്മാരുടെ കൂട്ടായ്മ ക്യാമ്പുകളിലേക്ക് അയച്ചത് 100 കണക്കിന് കളിപ്പാട്ടങ്ങൾ. നമ്മൾ ഒരിക്കലും ഒരു ക്യാമ്പിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ട് പോകുന്ന ഒരു പരിപാടിയിലേക്കല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗവൺമെൻറ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ശിശുക്ഷേമ സമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് ഡയറക്റ്റ് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയം തന്നെ മുന്നിൽ വയ്ക്കുക. പിന്നെ നമ്മൾ MLA അവിടുത്തെ സിദ്ദിഖ് MLA ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് മുഖേനയാണ് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിക്കുക. കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും കളിപ്പാട്ട വണ്ടികൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ചലച്ചിത്ര താരങ്ങളായ ജസ്നി ഖാൻ, സോഹൻ സീനുലാൽ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. ഇപ്പം വലിയ ആൾക്കാർക്ക് ഒരുപാട് അവിടെ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ. കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കണ്ട സാക്ഷികൾ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ് കൂടുതലുള്ളത്. അവിടുത്തെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് സഹായിക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഈ കളിപ്പാട്ടം എന്ന് പറയുന്ന പരിപാടി KPA സംഘടിപ്പിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് നേരിട്ടാണ് കളിപ്പാട്ടങ്ങൾ കൈമാറുക. ശിശുക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് വിതരണം. 24 കൊച്ചി. ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻക്ലൂസീവ് ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. കാരണം ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നതിനപ്പുറം അവരെ തിരിച്ച് അവർ ഇത്രയും നാൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ രീതിയിൽ അവർക്ക് അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ നമുക്ക് വളരെ എളുപ്പമൊന്നും മായ്ച്ചു കളയാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ടാകും. പക്ഷേ അവരോടൊപ്പം ചേർന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൂടി ഓർത്ത് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. നമ്മുടെ സഹപ്രവർത്തനായിട്ടുള്ള അനൂപ് പിള്ളി അടക്കമാണ് ഈ സമൂഹ മാധ്യമ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ 10-15 വർഷമായിട്ടുള്ളവരാണ് ഇവരൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി. അപ്പോൾ അവർ ആ രീതിയിൽ അവർക്കുണ്ടാവുന്ന രീതിയിലുള്ള സഹായമാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നതും കളിപ്പാട്ടങ്ങളുടെ രൂപത്തിൽ കുരുന്നുകൾക്കായി. അപ്പോൾ നമ്മുടെ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മുടെ സെഗ്മെന്റുകളൊക്കെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് അല്ലേ? പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു നമ്മൾ സെഗ്മെന്റ്സിലേക്കൊക്കെ മടങ്ങി പോകണം എന്ന്, വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നൽകണം എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ആവശ്യം. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ട് പറയുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്കും 24ന്റെ സ്ക്രീനിൽ എത്താനുള്ള സമയമായിട്ടുണ്ട്. കുടുംബസമേതമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഒക്കെ ചേർന്നിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലോ നല്ല റേഞ്ച് ഉള്ള ഇടത്ത്, നല്ല കണക്ടിവിറ്റി ഉള്ള ഇടത്ത്, നല്ല വെളിച്ചമുള്ളിടത്ത് വന്ന് ഈ സൂം ലിങ്ക് ഈ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ സൂമിലേക്ക് ജോയിൻ ചെയ്യാം.
യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇതാണ് ആ QR കോഡ്. നിങ്ങളുടെ മൊബൈലിൽ അത് സ്കാൻ ചെയ്ത് അപ്പോൾ തന്നെ Zoom പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. അവിടെ ഒരു വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് നേരെ നമ്മുടെ സ്ക്രീനിൻ്റെ ഭാഗമാവാം. ഈ മാജിക് സ്ക്രീനിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. നമുക്ക് ഒരുപാട് കാര്യം സംസാരിക്കാറുണ്ട്. അപ്പം നിങ്ങളെ ലോകം കേൾക്കട്ടെ. നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായി ഞങ്ങളും കാത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. നേരെ സമൂഹ മാധ്യമമായി നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോവുക. 24 ഓൺലൈൻ എന്ന് പറഞ്ഞ പേജിൽ ഈ QR കോഡ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് സമാപന ചടങ്ങാണ്. 12:30 നടക്കുക. അപ്പോൾ ഒരുപാട് സസ്പെൻസ് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മുടെ കണ്ണുകൾ നേരെ പോകുന്നത് ഇന്ത്യൻ ടീമിനൊപ്പമാണ്. അവിടെ ഉറപ്പായിട്ടും ഇന്ത്യൻ വാഹകരായിട്ടുള്ള ഒരാൾ നമ്മുടെ മലയാളിയായ PR ശ്രീജേഷ് ആണ്. പക്ഷേ അതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇപ്പോൾ വൈറലാണ്. ആ ഫോട്ടോ കാണണ്ടേ? ഇതാ നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നു. ഇതാണ് ആ വൈറൽ ഫോട്ടോ. ഈഫൽ ടവർ അല്ലേ? സാക്ഷാൽ ഈഫൽ ടവറിന്റെ മുന്നിലാണ്. ക്യാപ്ഷനോടെയാണ് ശ്രീജേഷിന്റെ പോസ്റ്റ്. ശ്രീജേഷാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത്. ഹോക്കിയിൽ വെങ്കല നേട്ടത്തോടെ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് ശ്രീജേഷ് വിരമിച്ചിരുന്നു. ആ ഫോട്ടോ ഒന്നുകൂടെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഫുൾ ഫ്രെയിം നമുക്ക് കാണാം. അത് ചുമ്മാ ഒരു ഫോട്ടോ അല്ല, നല്ല മുണ്ടെടുത്ത് നല്ല തനി മലയാളിയായിട്ടാണ് ഈഫൽ ടവറിന് മുന്നിൽ PR ശ്രീജേഷ് നിൽക്കുന്നത്. കണ്ടോ? മലയാളി എവിടെ പോയാലും മലയാളി തന്നെ. യെസ്. അപ്പം നമുക്ക് ഒരുപാട് അഭിമാനിക്കാനുണ്ട്. PR ശ്രീജേഷിന്റെ നേട്ടം അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അത് പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ പതാകവാഹകനാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു അഭിമാനം കൂടിയുണ്ട്. അപ്പോൾ മറ്റൊരു സന്തോഷം കൂടി പ്രേക്ഷകർ അറിയിക്കേണ്ട നിമിഷമാണ് ഇന്ന്. യൂട്യൂബിൽ 60 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി മലയാളികളുടെ സ്വന്തം വാർത്താ ചാനൽ 24 മാറിയിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങൾ പലരും അറിഞ്ഞു കാണും. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, 6 വർഷം എന്ന ചെറിയ കാലയളവ് കൊണ്ടാണ് ഇത്രയും വലിയൊരു നേട്ടം 24 ഉണ്ടാക്കിയത്. സത്യസന്ധമായ വാർത്തകളും വേറിട്ട അവതരണ ശൈലിയുമാണ് 24 ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ കാരണമായത്. മലയാള വാർത്താ സംസ്കാരം പൊളിച്ചെഴുതിക്കൊണ്ട് ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടന്നുവന്ന 24 ചുരുങ്ങിയ കാലം കൊണ്ട് മറ്റൊരു ചാനലിനും അവകാശപ്പെടാനാകാത്ത നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. 60 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെയാണ് 6 വർഷം കൊണ്ട് 24 നേടിയെടുത്തത്. വാർത്താ ചാനൽ രംഗത്ത് ഒന്നാമനായ 24 ഡിജിറ്റൽ ലോകത്തും സമാനതകളില്ലാത്ത കുതിപ്പ് തുടരുകയാണ്. വാർത്തയറിയാൻ ലോക മലയാളികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് 24 ഡിജിറ്റൽ മീഡിയയാണ് എന്നതിന്റെ കൂടി തെളിവാണ് ഈ കാഴ്ചക്കാർ. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഓൺലൈൻ പോർട്ടൽ, എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലാകെ 24 നിറസാന്നിധ്യമാണ്. പുത്തൻ AR സാങ്കേതിക സൗകര്യങ്ങളുടെ അനന്ത സാധ്യതകൾക്കൊപ്പം മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയ 24 ചടുലമായ വാർത്താ അവതരണത്തിലൂടെയാണ് മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ചത്. വാർത്താ അവതരണത്തിൽ പുതുമ കണ്ടെത്തിയ 24നെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ജനങ്ങളുടെ ദുരിതങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത 24 തെരഞ്ഞെടുപ്പ് വാർത്താ റിപ്പോർട്ടിങ്ങിലും സ്വന്തം ശൈലി വെട്ടിത്തെളിച്ചു. ഇതോടെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന വിളിപ്പേരും പ്രേക്ഷകർ 24ന് ചാർത്തി. വാർത്തകൾക്കൊപ്പം സാമൂഹ്യ സേവന മേഖലയിലും 24 വ്യക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. 24 കണക്റ്റിലൂടെ വയനാട് ദുരിതത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാകാൻ നമ്മൾ ഒരുമിച്ചിറങ്ങുന്ന സമയത്താണ് 60 ലക്ഷം കടന്ന സബ്സ്ക്രൈബേഴ്സ് നേട്ടം 24നെ തേടിയെത്തിയത്. പ്രേക്ഷകരാണ് 24ന്റെ ശക്തി. നൽകുന്ന അകമഴിഞ്ഞ സ്നേഹത്തിന് നന്ദി. ഒരുമിച്ച് യാത്ര തുടരാം. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ നാടിൻ്റെ ന്യൂസ് ഡെസ്ക് എന്ന രീതിയിൽ തുടങ്ങിയ 24ന്റെ അതിൻ്റെ യാത്ര തുടരുകയാണ്. നിങ്ങൾ പ്രേക്ഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴും അതിൽ തന്നെ പ്രേക്ഷകരുടെ ആ ഒരു സ്വീകാര്യത, പ്രേക്ഷകരുടെ കമൻസ്, ഇതൊക്കെ ഇതിലൂടെയൊക്കെ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ പ്രേക്ഷകർക്കൊപ്പം എന്നും 24ഉം ഉണ്ടാകും. പ്രേക്ഷകരുടെ കമന്റ് ബോക്സിൽ കണ്ടു പൊങ്ങച്ചം പറയില്ലേ എന്ന്. ഇതൊരു മൈൽ സ്റ്റോൺ ആണ്, ഒരു നാഴികക്കല്ലാണ്. നമ്മുടെ സന്തോഷമാണ് അത് പ്രേക്ഷകർ അറിയിച്ചെന്ന് മാത്രം. ഇതാ മറ്റൊരു പ്രേക്ഷക നമ്മളൊപ്പം നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോവാണ് Zoom കോളിലൂടെ. അങ്ങ് ദുബായിൽ നിന്നാണ് ബിന്ദു ആണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്രേക്ഷക. ഹായ് ചേച്ചി. ചേച്ചി ഗുഡ് ഈവനിങ്. നമസ്കാരം പ്രജിന ആൻഡ് പ്രവിത. ചേച്ചി എന്ത് ചെയ്യുന്നു അവിടെ? ഞാൻ ഹൗസ് വൈഫാണ്. അവിടെ കുടുംബമായിട്ടാണോ താമസിക്കുന്നത് ദുബായില്? അതെ അതെ അതെ. ആരൊക്കെയുണ്ട് അപ്പോ വീട്ടില്? ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്. ഇപ്പൊ മോൻ നാട്ടിലായിരുന്നു പഠിച്ചിരുന്ന, ഇപ്പൊ ബിടെക് കഴിഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വന്നു. ശരി. ഇപ്പോ നാട്ടിലെവിടെയാ? പറയൂ. നാട്ടിലെവിടെയാണ് ചേച്ചി? നാട്ടിലെവിടെയാണ്? നാട്ടിലെ ആലുവ.
അപ്പൊ നമ്മുടെ അടുത്ത് തന്നെയാണ്. അതെ, നമ്മള് നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ കളമശ്ശേരിയാണ്. സ്റ്റുഡിയോ അതെ. തൊട്ടടുത്താണ്, കുറച്ചൊക്കെ അടുത്താണ്. അതെ. ചേച്ചി ഇപ്പൊ അവിടെ എത്തിയിട്ട് എത്രയായി? ഞാൻ ദുബായില് 24 ദുബായില് എത്തിയിട്ട് ഇപ്പൊ എത്രയായി? ഒരുപാടായോ അവിടെ? ഞങ്ങള് 18 വർഷമായി. ഓ, ഓക്കെ. അപ്പം ചേച്ചി 24 സ്ഥിരമായിട്ട് കാണുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് അറിയാം. സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. അതെ. അതെ. എന്നും മുടങ്ങാതെ കാണുന്നത് ഏതാ? എന്നും മുടങ്ങാതെ കാണുന്ന ഷോ ഏതാ? ഈ ഷോ കാണാറുണ്ട്. ആ. പിന്നെ ന്യൂസ് രാവിലെ ഗുഡ് മോർണിംഗ് SK അത് വിടാതെ കാണും. എല്ലാം കാണാറുണ്ട്. ഓക്കെ. അപ്പം ചേച്ചി ഇനിയും ഞങ്ങളോടൊപ്പം ഇങ്ങനെ ആ ഒരു പിന്തുണ ഞങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ വീട്ടിലെല്ലാവരും 24 കാണുന്നവരാണോ? അതെ അതെ അതെ. നാട്ടിലിപ്പോ ആലുവയിൽ ആരൊക്കെയുണ്ട് ഇപ്പൊ? ആലുവയിൽ ഇപ്പൊ മോള് മാത്രമേ ഉള്ളൂ. ആഹാ, ഓ, അത് ശരി. മോള് ഇവിടെ എന്താ ചെയ്യുന്നത്? മോള് അവിടെ വർക്ക് ചെയ്യാണ് EYല്. പേരെന്താണ്? EYല്. ഓക്കെ. മോളുടെ പേര് രാജലക്ഷ്മി. ആ, അപ്പൊ രാജലക്ഷ്മി ഒരു പക്ഷെ കാണുന്നുണ്ടാവും അമ്മേ. അപ്പൊ എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്ക്രീനിലൂടെ പറഞ്ഞോ. അല്ല, ഇപ്പൊ കിടന്നിട്ടുണ്ടാവും ചിലപ്പോ, ഈ സമയമായില്ലോ. ഓക്കെ, ഫൈൻ. അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി ചേച്ചി. അപ്പോൾ ഇനിയും തുടരുക, നമ്മുടെ ഷോ കാണുക, എല്ലാ ഷോകളും കാണുക, എപ്പോഴും സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ചേച്ചിയുടെ സംസാരിക്കാൻ പറ്റിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പം ചേച്ചി ദുബായിൽ നിന്നാണ് വിളിച്ചത്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മുടെ ഓണം ഒരു തകർപ്പൻ ഓണമാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് വലിയ ദുരന്തമായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു ഇത്തവണ ഓണാഘോഷങ്ങളൊന്നും വേണ്ട എന്നുള്ളത്. പക്ഷേ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിലും കണ്ടു, ഇത്തവണ ഓണം അങ്ങനെ മാറ്റി നിർത്തേണ്ട രീതിയല്ല, അത് ക്യാമ്പിലാണെങ്കിലും അവിടെ വലിയ ആഘോഷമായി നടത്തണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ സുരക്ഷ സർക്കാർ അതെങ്ങനെയാണ് അതിലിടപെടുന്നത് നമുക്ക് നോക്കാം. ഈ ആഘോഷങ്ങളൊക്കെ തന്നെയാണ് ഒരർത്ഥത്തിൽ മനുഷ്യരെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ഓരോ ആഘോഷവും വെറുതെ ഒരു ടൈം പാസ് എന്നുള്ളതല്ല. നമുക്ക് കുറേ നാൾ ഒരേ രീതിയിലുള്ള ഒരു ജീവിതത്തിന് ശേഷം വരുന്ന ആഘോഷം അത് വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ പോസിറ്റിവിറ്റി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഓണത്തെ പറ്റി പറയുമ്പോഴാണ് എൻ്റെ നാട്ടിലേക്ക് പോകാമെന്ന് തോന്നുന്നത്. കോട്ടയത്ത് മാത്രമല്ല കേട്ടോ ഓണം. അല്ല, പക്ഷെ കോട്ടയത്തെ ഓണത്തിന് പ്രത്യേകതയുണ്ട്. നോക്കാം. കോട്ടയത്ത് ഒരു ഓണക്കാല വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓണക്കാലമായാൽ കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഒരു പകിടകളിയുണ്ട്. അത് വളരെ സജീവമാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതെ, ഇടക്കാലത്ത് ഈ പകിടകളിയുടെ പെരുമ നഷ്ടപ്പെട്ടുവെങ്കിലും പകിടകളിയുടെ പ്രൗഢി തിരിച്ചു പിടിക്കുകയാണ് പുതുതലമുറ. പകിടകളി മത്സരം പൊടിപൊടിക്കുന്ന ഇടത്തേക്ക് ഞങ്ങളുടെ കോട്ടയം റിപ്പോർട്ടർ പോയിരുന്നു. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് കാണാം, അതിലുണ്ട് ബാക്കി കാര്യങ്ങൾ. ഓണക്കാലമായാൽ കോട്ടയം ജില്ലയുടെ മുക്കിലും മൂലയിലും പകിടകളിക്കളങ്ങൾ ഉണരും. പിന്നീട് രാവും പകലും ആവേശ പോരാട്ടമാണ് ഈ കളങ്ങളിൽ നടക്കുന്നത്. ആ കാഴ്ചയിലേക്കാണ് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ സഭ്യമില്ലാത്ത ഭാഷ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് കാണികൾക്ക് കളികാരെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രോത്സാഹിപ്പിക്കാം. പണ്ടുകാലത്ത് സജീവമായിരുന്ന പകിടകളി ഇടക്കാലം കൊണ്ട് സജീവമല്ലാതായി. ആ പ്രൗഢി വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ നടത്തുന്നത്. അതായത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലും 4 ആളുകൾ കൂടാൻ പറ്റാത്ത ആ സമയത്ത് പോലും ഈ പ്രദേശത്ത് പകിടകളി ഉണ്ടായിരുന്നതാണ്. നമ്മുടെ പരമ്പരാഗതമായിട്ട് മഹാഭാരതത്തിൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ചൂതുകളിയും അതിൻ്റെ ആധുനികവൽക്കരിച്ച ഒരു പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പകിടകളിയെ നമുക്ക് പറയാം. ആവേശം കൂടുമ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചതുരംഗവുമായി വലിയ സാമ്യമുണ്ട് പകിടകളിക്ക്. അല്പം സങ്കീർണമാണ് നിയമമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. ഇതിന്റെ പോരുവൈ എന്നാണ് പറയുന്നത്, കാവെക്കുന്നതിന്. ആ പോരുവൈക്കിലാണ് ഒരു കളിയുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. 4 കൊമ്പരുത്തരുന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കളി. ഈ ഒരു പോരുകാരൻ ഉൾപ്പെടെ ഒരു ടീമിൽ 3 പേരാണുള്ളത്. അപ്പോൾ പകിട ഉരുട്ടി വിടുമ്പോൾ കൊമ്പ് വരച്ചിട്ടുണ്ട്. ഈ കൊമ്പ് ഇതിനകത്ത് കൈ കയറുകയോ 2 പകിട ഈ കൊമ്പിനകത്ത് കിടക്കുകയോ പാടില്ല. അതിനപ്പുറത്ത് കടന്നു പോകണം.
പകിടകളിയുടെ ആവേശത്തിൽ മുഴുകി നിൽക്കുന്ന കുറച്ച് കൂട്ടുകാർ നമ്മളോടൊപ്പമുണ്ട്. ഒരു കുട്ടി സംഘമാണ്. നല്ലതാണ്. ഞങ്ങളെല്ലാ ദിവസവും ഇത് കാണാൻ ഇവിടെ വരും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഓണത്തിന് ഞങ്ങൾ പല കളികളും കളിക്കുമ്പോൾ കൂടുതലും ഇത് കാണാൻ ഞങ്ങൾ സമയം മാറ്റി വെക്കുന്നത്. കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജയിച്ചില്ല, പിള്ളേര് ജയിച്ച് കപ്പ് കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ UK വന്നേ, ഞാൻ വരെ പഠിച്ച്. ഇവിടുത്തെ കപ്പ് സ്പോൺസർ ചെയ്ത ആള് ഞങ്ങൾക്ക്. ഇതാണ് കളി. പഴയ കാലത്തിന്റെ പ്രൗഢി തിരിച്ചു പിടിക്കുന്ന പകിടകളിയുടെ ആവേശം ഇവിടെ അവസാനിക്കുന്നില്ല. തിരുവോണത്തിന്റെ അന്ന് വരെ മുക്കിലും മൂലയിലും ഈ പകിടകളി ആവേശം നിറഞ്ഞു നിൽക്കും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. കോട്ടയംകാരിക്ക് പകിടകളി അറിയോ? പകിടകളി അറിയുന്നില്ല. നമുക്ക് ടോബിയോട് ചോദിക്കാം. ടോബി എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂപ്പർക്ക് അറിയോന്നില്ലെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? കണ്ടുപിടിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ പറ്റുന്ന സാധനമാണോന്ന് എനിക്ക് അറിയില്ല. കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് പിടിയിട്ടിട്ടുണ്ടാവും. നോക്കാം.